ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഇത്രയും ലോങ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളൊക്കെ ഇതിന് കാണും. ഒക്കെ ക്ഷമിച്ചേക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 7:30-8 മണിയായപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള പാണ്ഡവംപാറ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പുനലൂരിൽ നിന്നൊരു 13 കിലോമീറ്റർ വന്ന് ഉറൂന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതായത് റോഡ് സൈഡിലൊന്നും അല്ല കേട്ടോ ഈ അമ്പലം. കുറച്ച് റോഡിൽ നിന്ന് കുറേ കയറി നല്ല കയറ്റം കയറി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം. ഇപ്പോഴാണ് കുറേ നാളായതേ ഉള്ളൂ ഇത് ഒരു അമ്പലമായിട്ടൊരു 10-15 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ വെറും ഒരു പാറയായിരുന്നു. ഒരു 36 ഏക്കറുള്ള ഒരു പാറ, അതിന് മുകളിലാട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം മാത്രമല്ല, അതിൻ്റെ സൈഡിൽ അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് കുരിശു മലയുണ്ട്. അവിടെ നേർച്ചയ്ക്കൊക്കെ എല്ലാ വർഷവും ആളുകൾ വരാറുണ്ട്, പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളും കുഞ്ഞുങ്ങൾക്ക് കുറേ ദിവസം കൊണ്ട് പറയാം ഇവർക്ക് അമ്പലത്തിൽ വരണം, ഞങ്ങൾ പോകണം. അപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവന്മാർക്കും ഒരാഗ്രഹം, ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് രാവിലെ നിന്നിട്ട് അതാട്ടോ ഇച്ചിരി താമസിച്ചിറങ്ങി. അല്ലെങ്കിൽ കുറച്ചും കൂടി രാവിലെ പോയേനെ. നല്ല മഞ്ഞാണ് ഇവിടെ. അപ്പോൾ രാവിലെ അവരെയും കൊണ്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അമ്മയാണ് കേട്ടോ അവർ നോക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവർ ആദ്യമൊക്കെ ഒരു ആവേശത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കുറച്ച് ഭാഗമേ ഉള്ളൂ, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗമേ ഉള്ളൂ നല്ല സ്റ്റെപ്പൊക്കെ ഉള്ളത്. പിന്നെ നമ്മളിതുപോലുള്ള കല്ലുകളും പാറകളും കുണ്ടും കുഴിയൊക്കെ കേട്ടോ. അപ്പം കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും സ്ഥിരം ഇവിടെ കയറി ഇറങ്ങുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടാവില്ല. ഞാൻ കുറേ നാളായി, ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കയറിയിട്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിലെ ഒറിജിനൽ വോയിസ് ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് അണയ്ക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കൊണ്ട് പിടിച്ചമ്മ മുകളിലോട്ട് പോവാണേ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അവൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാം തൊട്ട് തൊഴണോ, ഇവിടെ അമ്പലമല്ലേ, തൊട്ട് തൊഴണോ എന്ന് ചോദിച്ചാട്ടോ മുകളിലോട്ട് കയറി പോകണേ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ പാറയിൽ തൊട്ട് തൊഴുന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇവൻ അവിടെ നിന്ന് എന്തോ ഒരു ഒച്ചിനെ പോലെ സാധനത്തിനെ കാണും. അതൊക്കെ എന്നോട് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ വീഡിയോ എടുത്ത് മുകളിൽ കയറി ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ പിള്ളേരല്ലേ, പിള്ളേർ ഓടി കയറും. എന്നാണ്ട് ഇപ്പോഴാട്ടോ അവൻ പറയുന്ന ഒരു ഒച്ച അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണേ അമ്മ എന്ന്. അവനറിയാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാന്ന്. അതാണ്ട് ഈ കുഞ്ഞു സാധനം കേട്ടോ, ഈ കറുത്ത സാധനം കേട്ടോ അവൻ പറഞ്ഞ ഈ ഒച്ച്. അങ്ങനെ കുറേ വർഷങ്ങളായി കേട്ടോ ഞാനിവിടെ സ്ഥിരം. ഞാൻ കുറേ വർഷങ്ങൾ എൻ്റെ ചെറുതിലേക്ക് തന്നെ എപ്പോഴും വരുമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞത് പിന്നെ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ വന്നാൽ തന്നെ ഇത്രയും കയറണം. പിന്നെ ആളുകളൊന്നുമില്ല, ആരെങ്കിലും ഒരു അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവരൊക്കെ വളരെ കുറച്ച് ഒരു 6 വർഷത്തിനിടയ്ക്ക് ഒരു 3-4 തവണയായിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ ദേവമോൻ ഇതൊക്കെ കാണുന്ന ഒരാവേശമാണ്. അവൻ വല്ലപ്പോഴും അല്ലേ, ഇപ്പോഴല്ലേ അവനൊന്ന് അറിവായി തുടങ്ങുന്നത്. അപ്പോൾ അവനിതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോഴും ഒക്കെ നല്ല സന്തോഷമാണ് കേട്ടോ. ഇവൻ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ കയറിക്കോളാമെന്ന്. പക്ഷേ കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ പതുക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാലുവേദന എടുത്ത്. പക്ഷെ അവൻ്റെ കൂടെ നമുക്ക് ഓടിയെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടെടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നേരെ തന്നെ ഈ കാണുന്നതായിരുന്നു കേട്ടോ വഴി, മുകളിലോട്ട് ഒറ്റ കയറ്റമായിരുന്നു. അപ്പോൾ അതുവഴി പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ പുതിയ വഴി അവർ വെട്ടിയതാണ്. ഇതാകുമ്പം ഒറ്റ കയറ്റത്തിൽ കയറണ്ട, കുറച്ച് വളഞ്ഞ് മുകളിലോട്ട് കയറാം. അപ്പോൾ അത്ര ഇച്ചിരി പ്രായം ചെന്നവർക്കൊക്കെ ആകുമ്പോഴും വലിയ ആയാസമില്ല. ഇവിടെ ഞാനൊക്കെ കയറുന്നതിനെക്കാട്ടി നല്ല സ്പീഡിൽ ഇവിടുത്തെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കയറാറുണ്ട് കേട്ടോ. നല്ല സ്പീഡാണ്. ഇത് അമ്മയൊക്കെ കുഞ്ഞാവയ്ക്ക് സ്പീഡിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ അവനെയും കൊണ്ട് വരിക കേട്ടോ. ദേവമോൻ ആദ്യമേ മുകളിൽ കയറി ഓടിപ്പോയിട്ടുണ്ട്. ദേവമോൻ ഇതൊക്കെ പുതിയ സ്ഥലങ്ങൾ, പാറകൾ ഒക്കെ കാണുന്നത് ഭയങ്കര ആവേശമാണ് കേട്ടോ. ഇവിടെ നിന്ന് വന്ന് കുറേ അവൻ ഫോട്ടോസൊക്കെ എടുത്ത്. അല്ല, എൻ്റെ വാ തുറന്നിരിക്കുന്നത് ഒന്നും കൊണ്ടുമല്ല, ശ്വാസം മുട്ടിയിട്ടാണ് കേട്ടോ. അവസാനം പൊടിവാവേ നമ്മുടെ കൂടെ നടന്നിട്ടുണ്ട്. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണമെന്നുണ്ട്, പിന്നെ എഴുന്നേറ്റ് നടക്കും. അപ്പോൾ ഞാൻ നടക്കുന്നതുകൊണ്ട് കൂടെ നടക്കുക കേട്ടോ. അവർക്ക് നന്നായിട്ട് കാല് കഴിക്കുന്നു. എടുക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട, ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആ വലിയ കയറ്റം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ.
നേരത്തെ ഇങ്ങനൊരു പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ നാളായിട്ടാണ് തോന്നുന്നു വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കയറിപ്പോകുന്ന വഴിയിൽ തന്നെ ഒരു സർപ്പക്കാവ് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അമ്മ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടുന്ന് ഇത് കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് കയറിയപ്പോൾ കുഞ്ഞ് ഇവിടുന്ന് തമിഴ് പാട്ടൊക്കെ പാടിയിട്ട്, അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ടെടാ പാട്ട് പാടില്ല. അപ്പോൾ അമ്മ ചോദിക്കുക നിനക്ക് എന്താ അവൻ പാട്ട് പാടട്ടെ എന്നാ. ഞാൻ പറഞ്ഞു അമ്പലത്തിൽ വന്നിട്ടാണോ തമിഴ് ഡപ്പാങ്കൂത്ത് പാടുന്നത്. അപ്പോൾ അമ്മ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പോവാട്ടോ. അവൻ ആദ്യമേ കയറി പോയിട്ടുണ്ട്. അവനിപ്പോൾ പാറയുടെ സൈഡിൽ വന്ന് ചെന്ന് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അതെ, ആ ദൂരെ കാണുന്ന കേട്ടോ. ഇവിടെ നേരത്തെ ബാത്റൂം അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാട്ടോ ഇവിടെ ബാത്റൂമൊക്കെ വെച്ച് കുറേ ആളുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേന് ബാത്റൂമൊക്കെ പണിഞ്ഞു കേട്ടോ. അപ്പം അതെല്ലാവർക്കും ഒരു ഉപകാരമാണ്. ഇവിടെ ആഘോഷങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാലും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ബാത്റൂം ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ല കേട്ടോ. ദേവമോൻ്റെ കൂടെ കുഞ്ഞാവയ്ക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. ദേവമോൻ കണ്ട പാറയിലെല്ലാം വലിഞ്ഞ് കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. ചെരുപ്പ് തെറ്റും. അപ്പോൾ മഴ പെയ്ത് പായൽ പിടിച്ച് കിടക്കാണ്ട് ഞാൻ പറഞ്ഞു അവൻ്റെ തുഴി കയറല്ലേ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചെങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടി മൂളി പോകാട്ടോ. കുഞ്ഞാവാക്കാട്ടിയും മുമ്പേ എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ പോകുന്നത്. എന്നാലും ആൾക്ക് പാറ കയറുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അതുകൊണ്ട് വലിഞ്ഞ് പിടിച്ച് പാറയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവന് വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വിട്ടു കൊടുക്കാറുമുണ്ട്. അധികം ഇതുപോലെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവാറില്ല കേട്ടോ. ഇതാട്ടോ അമ്പലത്തിൻ്റെ ഒരു വശം. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന് അവിടെ എല്ലാവരും ഇരുന്ന് കഞ്ഞി കുടിക്കുക കേട്ടോ. ദേവമോ ക്ഷീണിച്ച് എത്രയും കയറി ദേവമോ ക്ഷീണിച്ച് ദേവമോൻ്റെ കവലൊക്കെ ചുമന്നിരിക്കുന്നു. ദേവമോൻ ആ പാറയിൽ തന്നെ കിടന്നു കേട്ടോ. ക്ഷീണം മാറ്റുവാണ് ആൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്കല്ലേ കഞ്ഞി കൊടുക്കുക, ഉച്ചയ്ക്കാണെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഇരുന്ന് കഞ്ഞി കുടിക്കുക. എല്ലാവരും വന്ന് അവിടുത്തെ പൂജയൊക്കെ കഴിയാറായിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് അവിടുത്തെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് അമ്പലത്തിൻ്റെ പുറകുവശമാണ്. നമുക്ക് മുമ്പിൽ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലല്ലോ, ആളുകളൊക്കെ നോക്കുന്നുണ്ട്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു മടിയുണ്ടല്ലോ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് അപ്പുറത്തോട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ കെട്ടിയിട്ടേക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു വിളക്ക് എത്തിക്കുന്ന സ്ഥലമാണ്. പണ്ട് ഈ ഞാൻ വരുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ തോന്നുന്നത് കെട്ടിയിട്ട്. അവൻ ഞാൻ നന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു താഴ്ചയാണ്. അതുവഴി ഞങ്ങൾ നേരത്തെ എൻ്റെ ചെറുതിലൊക്കെ ഞാൻ അതിവിടുന്ന് താഴെ ഇറങ്ങിപ്പോയി പാറയിലൊക്കെ പോയിരിക്കുക. അവിടെ ചെറിയ കുളമുണ്ട്. ഈ കാണുന്നത് കേട്ടോ നെടുമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ തേയിലത്തോട്ടോ കപ്പിത്തോട്ടോ എന്തൊക്കെയോ ആണ് കേട്ടോ. ഇവിടുന്ന് ഈ താഴെ കാണുന്ന ആ പച്ചപ്പിൻ്റെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ആ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. എപ്പോഴും ഏതുണക്കത്തും ഈ പ്രദേശത്ത് മൊത്തം വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്തും ആ കുഴിയിൽ എന്നും വെള്ളം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്കൊരു അത്ഭുതം കേട്ടോ. ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ കാണുന്നത് ഈ അങ്ങേ അറ്റത്ത് കാണുന്ന കേട്ടോ തെന്മല ഡാമിൽ നിന്ന് ഇവിടുന്ന് വെള്ളം ആറ്റിലോട്ട് വരുന്നതാണ്. ഇവിടുത്തെ ആ നേരെ കാണുന്നതാണ് കേട്ടോ ലുക്കൗട്ടിൽ നിന്ന് ഇപ്പം വെള്ളം കൂടി കിടക്കുകയായതുകൊണ്ട് മഴയായിരുന്നു വെള്ളം കലങ്ങി കിടക്കുന്നത് കേട്ടോ കാണുന്നത്. ഇവിടുന്ന് മൊത്തം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മലയുടെ മുകളിലാണ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മലയെല്ലാം നമ്മളെക്കാട്ടി താഴ്ന്നു നിൽക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം. ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് കേട്ടോ. ഇവിടെ ഗണപതിയും നാഗരാജാവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സ്ഥലമാണെങ്കിൽ കൂടി ഈ ടവർ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടവറിൻ്റെ ഏറ്റവും താഴെയാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ടവറൊക്കെ എൻ്റെ തൊട്ട് താഴെ നിൽക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാവ്. ഈ കാവിൻ്റെ അടുത്ത് അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നതാണ്. ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നതാണ് കേട്ടോ കുരിശുമല ആ ഭാഗത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗുഹയുണ്ട്. ഗുഹയുടെ അവിടെ നമ്മുടെ വിളക്ക് എത്തിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത. അതേണ്ട അവരെ പോലെ കാണുന്ന കേട്ടോ. ഇവിടുന്ന് കാണാൻ ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. അപ്പോൾ കുഞ്ഞിനെ ഞാൻ അധികം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഇപ്പോൾ അമ്മ ഉള്ളതിൻ്റെ ധൈര്യത്തിലാട്ടോ അവനെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവനോട് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവിടുന്ന് താഴ്ത്തു പോയ പൊടി പോലും കിട്ടില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കണം എന്ന്. അവരും പേടിയാട്ടോ, അവൻ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പേടിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അമ്മയാട്ടോ അവനെ കൊണ്ടുപോകുന്നത്.
അവൻ ഇതൊക്കെ കണ്ടിട്ടും മതിയാവില്ല. ഇവൻ ഇവിടെ എല്ലാം നോക്കി. പിന്നെ ഇവന് അത് അധികം കല്ലിൽ കൂടെ നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ ടവറിൻ്റെ തൊട്ട് താഴെയാട്ടോ നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, ചെറുതായിട്ടാണ് നമ്മൾ ടവറൊക്കെ കാണുന്നത്. ഇത് താഴെ കാണുന്ന കേട്ടോ കുരിശുമല. ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു സൈഡിൽ കൂടെ കയറി വന്ന അമ്പലവും അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി വന്ന കുരിശുമലയാട്ടോ. അവിടെ അത് സ്റ്റെപ്പ് കയറി വരണം, നല്ല സ്റ്റെപ്പാണ്, കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനും കുഞ്ഞാവയും കൂടെ, അമ്മയും അവനും കൂടെ ഫ്രണ്ടിൽ പോയി, ഞാനും കുഞ്ഞാവയും കൂടെ കാവിൽ പോവാണേ. കുഞ്ഞാവ എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മാളുവമ്മേ വീഡിയോ എടുക്കാതെ വരാൻ നോക്ക്, പോവല്ലേ നമുക്കൊന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആൾ. അതേ കാണുന്നതായിരുന്നു കേട്ടോ കാവ്. കാവിൻ്റെ അവിടെ ഒരുപാട് ആളുകൾ പണ്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്, തിരി കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കങ്ങനെ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല കേട്ടോ. ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അവിടുത്തെ. ഈ കാവിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ ഈ സ്ഥലത്തേക്ക്. ഇത്രയും നാൾ ഞാനിവിടെ ജനിച്ച് വളർന്നതാന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഈ വന്ന വഴിയല്ലാതെ തിരിച്ച് അമ്പലത്തിൽ ചെയ്യില്ല എന്നുള്ളൊരു വഴിയുണ്ട് അത്ര. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അമ്മമാരാട്ടോ പറഞ്ഞു തന്നേ. ഇവിടെ മാമിയോട് ഉണ്ടായിരുന്നു, മാമിയും പറഞ്ഞു ഇതുവഴി അങ്ങ് വരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ. അപ്പോൾ അമ്മ ഇപ്പോൾ ഈ ധൈര്യത്തോടെ അപ്പം വിചാരിക്കുക അമ്മയ്ക്ക് അറിയാമെന്നില്ല, അമ്മ ആദ്യമായിട്ടാട്ടോ അതുവഴി പോണേ. അപ്പോൾ നോക്കാം, അമ്മയുടെ പുറകിൽ പോയി നോക്കാം. അമ്മ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വലിയ കോൺഫിഡൻസോടെ പോകുന്നു. പക്ഷെ മുമ്പോട്ട് പോകും വഴി ഏതാണെന്നറിയത്തില്ല. പിന്നെ അവിടെ ഈ കാവിൽ കെട്ടുന്ന പൊട്ടൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അമ്മ ഈ അമ്പലത്തിൽ പള്ളിയിലൊക്കെ ഭയങ്കര വിശ്വാസം. എനിക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതല്ല, ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല. അമ്മയ്ക്കിത് അമ്പലം എപ്പോഴും അമ്പലം വാസിയായിട്ട് നടക്കുമെന്നല്ല, പക്ഷേ അമ്പലത്തിലൊക്കെ നല്ല വിശ്വാസമുള്ള ആളാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചു അമ്മയ്ക്ക് ഇവിടെയൊക്കെ അറിയാമെന്ന്. അപ്പോൾ ഈ തെളിച്ചിട്ടേക്കുന്നതിൻ്റെ ഒരു ധൈര്യത്തിൽ അമ്മ പോവാണ് കേട്ടോ. ഇവിടുന്ന് നോക്കിയതാണ്ട് ഇങ്ങനെ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ തെളിച്ചിട്ടേക്കുന്ന തൊട്ട് മുകളിലൊരു വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഉണ്ട് ദേവമോൻ ഇവിടെയൊക്കെ വലിഞ്ഞു കയറുന്നു. ദേവമോൻ ഇതൊന്നും കയറി ശീലമിച്ചിട്ട്, പൊടിവാവയ്ക്കും ശീലമില്ലെങ്കിൽ പോലും ദേവമോൻ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറിയാണ്ട് ഈ പട്ട് കെട്ടുന്നിടത്ത് ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ അപ്പുറത്തും കൂടെ ചെറിയൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. ഈ വഴിയിൽ കൂടെ കയറി മുകളിൽ ചെല്ലണം. മുകളിൽ ചെല്ലുമ്പോൾ നിരപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ കാണുന്നത്. ഈ ഇടവഴി കൂടെ കയറി നമ്മൾ അപ്പുറത്തെ ഫ്രണ്ടിൽ ചെല്ലണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ നിൽക്കുന്നതെല്ലാം നെല്ലിമരമാട്ടോ, നെല്ലിമരം. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവിടെ നിന്ന് എനിക്കൊരു നെല്ലിക്ക കിട്ടി. ഈ നെല്ലിക്ക ഈ കാട്ടുനെല്ലിയാണ്, നന്നായിട്ട് കയ്പുണ്ട്. ഞാൻ അവിടെ കിടന്നൊരു നെല്ലിക്ക എടുത്ത് അവന് കൈ കൊടുത്തു കേട്ടോ. ഇവൻ എന്തോ ഇത് ആദ്യമേ എടുത്ത് വായിലിട്ടപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വല്യപ്പാവ അറിയുന്നത് ഒരു നെല്ലിക്ക കിട്ടിയെന്ന്. അപ്പോൾ അടുത്ത നെല്ലിക്ക കിട്ടി. അപ്പോൾ പക്ഷേ ഇത് ഒരു സൈഡ് ചീത്തയായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു നെല്ലിമരം നിന്നേക്കാൻ നെല്ലിക്ക ഉണ്ടോ എന്ന് നോക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. പക്ഷേ ഒരു നെല്ലിക്ക പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ നെല്ലിക്ക ഉള്ള നെല്ലിയുടെ മൂട്ടിൽ പോയി നോക്കിയിട്ട് പോലും ഒരു നെല്ലിക്ക പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് പിണങ്ങി ദേവമോൻ തിരിച്ചു പോയി. പക്ഷേ ഈ നെല്ലിക്ക കാട്ടുനെല്ലിക്കയാണ്, നല്ല ടേസ്റ്റാണല്ലോ. ഒരു കയ്പുണ്ട് കേട്ടോ, നല്ലൊരു കയ്പ്. ഇവിടെ നിന്ന് ഈ തറയിലൊക്കെ ഞാൻ നോക്കി എങ്ങും കാണാനില്ല കേട്ടോ. അപ്പം അമ്മ ഞങ്ങളെ വഴക്ക് പറയുന്നുണ്ട്, കാടും മേടും കയറി ഇറങ്ങി നടക്കുക, വീട്ടിൽ പോകുന്നില്ലയോ വാന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ വന്നപ്പോൾ ഒരു നെല്ലിക്ക കിട്ടിയപ്പോൾ ഒരെണ്ണോടെ കിട്ടിയാൽ കൊള്ളാമെന്നൊരാശ. കണ്ട അമ്പൂറ്റി മേലോട്ട് നോക്കുന്ന എല്ലാം നെല്ലിക്ക നോക്കുക കേട്ടോ. അമ്മ അവിടെ നിൽക്കുന്ന ചെടികളെ പറ്റി പറയുക. അപ്പോൾ ഈ അമ്പലത്തിലെ പൂമാലയിൽ നിന്ന് കിട്ടുന്നതെല്ലാം വീണിട്ട് അവിടെ കിളിക്കുന്നുണ്ട് കേട്ടോ. അമ്പൂറ്റി നെല്ലിമരത്തിൽ പിടിച്ച് കിളിക്കാൻ ഒരു നെല്ലിക്ക പോലും ഇല്ലെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അവൻ വെറുതെ നെല്ലിമരത്തിൽ പിടിച്ചൊന്ന് കുലുക്കി നോക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ പുറകിലുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശം. അതിലപ്പുറത്ത് കാണുന്ന ചെറിയ അമ്പലം ഗണപതിയുടെ അമ്പലം കേട്ടോ. അവൻ അതിൻ്റെ മുകളിൽ കയറുന്നു. കഞ്ഞി കുടി, ഇവിടെ കഞ്ഞിയുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നു. അമ്മ കഞ്ഞി കുടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കഞ്ഞി കുടിച്ചത്. അവൻ കഞ്ഞി കുടിച്ചിട്ട് അവിടുത്തെ ആൽമരത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുന്നു.